ഒന്നിന് പകരം 2 സിനിമകൾ. മമ്മൂട്ടി ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ കൂട്ടുകെട്ട്. ക്യൂബ് എന്റർടൈൻമെന്റ്സ് ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച സിനിമയിൽ നിന്ന് നിർമ്മാതാക്കൾ പിന്മാറിയതോടെ പ്രോജക്റ്റ് ഉപേക്ഷിക്കുമോ എന്ന ആശങ്കയിലായിരുന്ന ആരാധകർക്ക് വലിയ പ്രതീക്ഷയുമായാണ് 2 നിർമ്മാതാക്കൾ ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതി വലിയ ആഘോഷത്തോടെ ആരാധകർ ഏറ്റെടുത്തൊരു വലിയ പ്രഖ്യാപനമായിരുന്നു ക്യൂബ് എന്റർടൈൻമെന്റ്സ് പ്രഖ്യാപിച്ച മമ്മൂക്ക ഖാലിദ് റഹ്മാൻ ചിത്രം. ഇതൊരു വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമയാണ്. സിനിമയുടെ നിർമ്മാണ രീതിയെക്കുറിച്ചും അതിന്റെ വ്യാപ്തിയെക്കുറിച്ചും ക്രിയേറ്റീവായ ചില വിയോജിപ്പുകൾ ഉണ്ടായതും പ്രതിഫലത്തെ ചൊല്ലിയുള്ള തർക്കവുമാണ് ആദ്യത്തെ നിർമ്മാതാക്കൾ പിന്മാറാൻ കാരണമെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചൊരു സമവായത്തിൽ എത്തിച്ചേരാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. അതിനാൽ തന്നെ ക്യൂബ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് തന്നെ മമ്മൂക്ക നായകനായ മറ്റൊരു പ്രോജക്റ്റ് അണിയറയിൽ ഒരുക്കുന്നുണ്ട്. അത് ആദ്യം പ്രഖ്യാപിച്ചതിലും വലുതും ആയിരിക്കുമെന്ന സൂചന നിർമ്മാതാവ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നു. എനിക്ക് ഈ വചനം വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൈബിൾ വാക്യമാണ് ഷെരീഫ് ഇതിനായി ഉപയോഗിച്ചത്. നീ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലെങ്കിൽ നീ കരുതിയതിനേക്കാൾ മികച്ച രീതിയിൽ അത് സംഭവിക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ സൗന്ദര്യം എന്നാണ് സ്റ്റോറിയാക്കിയത്. ഏതായാലും ആരാധകർക്ക് ആഘോഷമാക്കാൻ ഒരു ഐറ്റം അണിയറയിലൊരുങ്ങുന്നുണ്ട്. അൻവർ റഷീദ്, ഹനീഫ് അദേനി എന്നിവരുടെ പേരുകളാണ് സംവിധായകരായി കേൾക്കുന്നത്. ഉണ്ടയ്ക്ക് ശേഷം മമ്മൂക്കയെ നായകനാക്കി ഖാലിദ് റഹ്മാൻ ഒരുക്കുന്ന സിനിമയ്ക്ക് 2 നിർമ്മാതാക്കളാണ് താല്പര്യം അറിയിച്ചിരിക്കുന്നത്. തല്ലുമാല, ആലപ്പുഴ ജിംഖാന എന്നീ സിനിമകളുടെ നിർമ്മാണ പങ്കാളികളായ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സും നിർമ്മാതാവ് ബി രാഗേഷിന്റെ യൂണിവേഴ്സൽ സിനിമാസും ഈ സിനിമ നിർമ്മിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ആലപ്പുഴ ജിംഖാനയ്ക്ക് ശേഷം ഖാലിദ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക പടത്തിൽ നസ്ലിൻ, ആസിഫ് അലി തുടങ്ങി നീണ്ട താരനിരയുള്ളതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ഈ സിനിമയ്ക്ക് സുഹാസ്, നിയോ കൃഷ്ണ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. വിഷ്ണു വിജയ് മ്യൂസിക് ഒരുക്കുമ്പോൾ നൌഫൽ അബ്ദുൾ എഡിറ്റിംഗും ജിംഷി ഖാലിദ് ക്യാമറയും കൈകാര്യം ചെയ്യുമെന്നാണ് മുൻപ് വന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചു വരുന്ന പദയാത്ര എന്ന അടൂർ പടം പൂർത്തിയാക്കിയ ശേഷം ധനുഷ് നായകനാകുന്ന 55-ാം സിനിമയിൽ മമ്മൂക്ക ഒരു വേഷം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതേസമയം വലിയ ആകാംക്ഷയിൽ ആരാധകർ ഉറ്റുനോക്കുന്ന നിതീഷ് സഹദേവൻ സിനിമ പൂർത്തിയാക്കിയ ശേഷമാണ് ഖാലിദിന്റെ പടത്തിൽ മമ്മൂക്ക അഭിനയിക്കുക. മമ്മൂക്കയുടെ കരിയറിലെ തന്നെ മികച്ചതും റിയലിസ്റ്റിക്കുമായ പോലീസ് വേഷങ്ങളിൽ ഒന്നായിരുന്നു അതിലെ SI മണി. പോലീസ് കഥ പറഞ്ഞ രീതിയും തല്ലുമാലയിലെ സ്റ്റൈലിഷ് മേക്കിങ്ങും ഖാലിദ് റഹ്മാനിൽ നിന്ന് വീണ്ടും പ്രതീക്ഷിക്കുമ്പോൾ മമ്മൂക്കയുടെ പുതിയ ഗെറ്റപ്പും പ്രകടനവും കാണാൻ വലിയ താല്പര്യമാണ് പ്രേക്ഷകർക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഖാലിദ് മമ്മൂക്ക കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നെന്ന വാർത്ത പ്രേക്ഷകർക്ക് ഇത്രയും ആവേശം നൽകുന്നത്. ഔദ്യോഗിക അറിയിപ്പുകൾക്കായി കാത്തിരിക്കാം.